ഷെയർ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം പോകും. പല ആളുകളും പ്രസംഗിച്ച് പല കണക്കുകൾ ഉദ്ധരിച്ചു. വളരെ സത്യസന്ധമായ സമീപനങ്ങളും പഠനങ്ങളും നടത്തിയ ആളുകളാണ് നിങ്ങളോട് സംസാരിച്ചത്. അവരൊക്കെ ഓരോ മേഖലകളിലും വളരെയേറെ വൈദഗ്ധ്യം നേടിയവരാണ്. ജ്ഞാനങ്ങളും സംഘടന ആ വാക്കുകളുടെ അർത്ഥം തന്നെ കെയർ ആൻഡ് ഷെയർ. നിങ്ങളുടെ പരിചരിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെയും വേദനകളെയും പങ്കിടുകയും ചെയ്യുന്ന ഒരു സംഘടന. ഇത് ഫാദർ കുര്യന്റെ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. അതിൽ ഞാൻ കൂടെ ചേരുകയും അത് വളരെ വിപുലമായ രീതിയിൽ ഉദ്ഘാടനം നടത്തുകയും ഞങ്ങൾ ആദ്യമായി ആദ്യത്തെ പ്രോഗ്രാം നൽകി പീഡിയാട്രിക് കാർഡിയോളജി, പീഡിയാട്രിക് സർജറി, ഹാർട്ട് സർജറിയൊക്കെയാണ് ആദ്യം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹൃദയ ശസ്ത്രക്രിയകളാണ് നമ്മുടെ ലക്ഷ്യമിട്ടുള്ള. ഏകദേശം നമ്മൾ 15ഓളം ശസ്ത്രക്രിയകൾ നടത്തി കഴിഞ്ഞു. വീണ്ടും ഞങ്ങളുടെ രണ്ടാമത്തെ പ്രോഗ്രാമായ വഴികാട്ടിയുടെ ആരംഭമാണിത്. വഴികാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. എന്ന പരിപാടി എന്ന് പറയുമ്പോൾ നമ്മള് അതിനെ കൊണ്ടേ വളർന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. വലിയ ആൾക്കാരോട് ഇനി പറഞ്ഞ് നേരെയാക്കുന്ന കാര്യം നടക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികളെ ചെറുപ്പത്തിലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ വഴികാട്ടി എന്ന പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മുടെ നാടിന്റെ പുരോഗതിയെയും പ്രൊഡക്ടിവിറ്റിയിലേക്ക് ബാധിക്കുന്ന ജസ്റ്റിസ് പറഞ്ഞതുപോലെ ഏറ്റവും ഭീകരനായ ടെററിസ്റ്റാണ് ലഹരി. ലഹരി എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള നമുക്ക് വളരെ അനുകൂലമായ ലഹരിയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വിജയം നമുക്ക് ലഹരി തരാറുണ്ട്. നമ്മൾ പെയിന്റിങ്, കലാപ്രവർത്തനങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ലഹരി ഉണ്ടാകാറുണ്ട്. അതൊരു ലഹരിയാണ്, ഒരു ഉന്മാദമാണ്. പക്ഷെ അതൊരു എക്സ്റ്റേണൽ ഏജന്റ്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ലഹരി, നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഒരു ലഹരി ഉണ്ടാകും, നമുക്ക് പലരോടും ആഭിമുഖ്യം ഉണ്ടാകും, ആവേശം ഉണ്ടാകും, അഭിനിവേശം ഉണ്ടാകും, ഒക്കെ ലഹരിയാകാം. പക്ഷെ ഒരു എക്സ്റ്റേണൽ ഏജന്റ് വഴി, അതായത് ഏതെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ലഹരി ഉണ്ടാകുന്നതിനാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലഹരിക്ക് നമ്മൾ അടിമപ്പെട്ടു. നമ്മൾ ആ ലഹരി നമ്മൾ ഒരു തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ലാതെ, നമ്മുടെ ഒരു ആക്ടിവിറ്റി കൊണ്ടല്ലാതെ നമുക്ക് ലഹരി ഉണ്ടാകുന്നത് മറ്റൊരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന ലഹരി നമ്മൾ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കാണ് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്. സ്വാഭാവികമായിട്ടും പുകയിലയിൽ ആരംഭിച്ച് അവസാനം വെരി ഹൈ എഫക്റ്റീവായിട്ടുള്ള ഡ്രഗ്സിൽ അവസാനിക്കുന്ന ഗാലക്സി ഓഫ് അഡിക്ഷൻസ് ഉണ്ട്. അതായത് ഒന്നു മുതൽ ഇങ്ങനെ ഓരോന്നായിട്ട് അതിന് ഓരോന്നിൽ അവസാനിക്കുന്ന ഗാലക്സി ഓഫ് അഡിക്ഷൻസ് ആണ് പറയുന്നത്. ആ ഗാലക്സി ഓഫ് അഡിക്ഷൻസിൽ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. സാധാരണ കുട്ടികളിൽ നിന്ന് ആരംഭിച്ച് വലിയ പ്രായമാകുന്നതിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള അഡിക്ഷൻ. നമ്മുടെ കേരള സംസ്ഥാനം പല കാര്യങ്ങളിലും മുന്നിലാണ്. ലഹരിയുടെ കാര്യത്തിൽ നമ്മൾ മുന്നിലാണ്. കണക്കുകൾ പറയുന്നതനുസരിച്ച് 986 കണക്ക് ലഹരി മദ്യപാനം ആരംഭിക്കുന്ന പ്രായം 20 വയസ്സായിരുന്നു. 92 അത് 18 വയസ്സായി. 2010 കുട്ടികൾ മദ്യപാനം ആരംഭിക്കുന്ന പ്രായം 14, 13 വയസ്സാണ്. 10ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ് അടിച്ച് ഫോൺ തെറ്റി പിള്ളേർ വീട്ടിൽ. അതിന് പ്രധാനമായ കാരണം ഒരുപക്ഷെ പല തരത്തിലുള്ള മാതൃകകളാകും. പലരെയും മദ്യപാനം ഒരു ഫാഷനാക്കുന്നവരാണ്, സിഗരറ്റ് വലിയൊരു ഫാഷനാക്കുന്നവരാണ്. എന്റെ ചെറുപ്പകാലത്ത് അവൻ സിസർ വലിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രായമായി എന്ന് ബോധ്യപ്പെടുത്താനാണ്. പൗരുഷത്തിന്റെ ലക്ഷണമായിട്ട് മദ്യപാനവും പുകവലിയും ഒക്കെ കണ്ടിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഇന്ന് ആ തരത്തിലല്ല അത് കാണുന്നത്. ഇന്ന് മദ്യപാനം ശരിക്കും ലഹരി അറിയാൻ തന്നെയാണ്. പുകവലിക്കുന്നതും അതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുമൊക്കെ അതിന്റെ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ആനന്ദം ഉണ്ടെങ്കിൽ, പക്ഷെ അത് വളരെ നൈമിഷികമായ ഒരു ആനന്ദമാവുകയും മറ്റു പല കാര്യങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരുപാട് കുറ്റകൃത്യങ്ങളിലേക്ക് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഇതുപോലെയുള്ള മദ്യപാനാസക്തിയും ലഹരി മരുന്നുകളോടുള്ള ആഗ്രഹമാണ്.
പല കുട്ടികളെയും ടെററിസത്തിലേക്ക്, രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നതും അവർക്ക് ലഹരി മരുന്നിനോടുള്ള ആസക്തി കൊണ്ട് ലഹരി മരുന്നുകൾ വാങ്ങിക്കാനും അത് ലഭ്യമാക്കാനുമുള്ള അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പല കുട്ടികളും പല ചെറുപ്പത്തിലെ വളരെ 20 വയസ്സിന് താഴെ 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രാജ്യദ്രോഹപരമായ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. രാജ്യ പുനർനിർമ്മാണത്തിൽ യുവാക്കൾക്കുള്ള പങ്ക് ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കേരളത്തിലെ ലഹരി മദ്യപാനികളുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തം ജനസംഖ്യയുടെ 23% ആൽക്കഹോളിക്കുകളാണ്, മദ്യപാനികളാണ്. അത് നമുക്ക് ഒട്ടും ആഹ്ലാദിക്കാവുന്ന ഒരു കണക്കല്ല. സർക്കാരിന്റെ കണക്കിൽ പക്ഷേ സർക്കാരിന് ആദായം ഉണ്ടാക്കുന്ന മദ്യവ്യവസായം ഇവിടെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ സർക്കാരിന് ഉണ്ടാകാവുന്ന ലാഭത്തിനേക്കാൾ എത്രയോ നഷ്ടം മദ്യപാനം കൊണ്ട് ഉണ്ടാവുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ ഉത്പാദനത്തിനെ ബാധിക്കുന്നു, നമ്മുടെ നാടിന്റെ പുരോഗതിയെ ബാധിക്കുന്നു. മദ്യപിച്ച് രാവിലെ ഓഫീസിൽ വരികയോ രാവിലെ ജോലിക്ക് വരികയോ ഒക്കെ ചെയ്യുന്ന ആളുടെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അക്കാര്യം നിന്ന് കിട്ടുന്ന ലാഭം ഒരുപക്ഷെ ഈ സർക്കാർ ഉപേക്ഷിച്ചാൽ തന്നെ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായക്കാരാണ്. തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് അവരെ ഇഷ്ടം. അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥി സമൂഹമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും പ്രബോധനം ചെയ്യാനും ഉത്ബോധിപ്പിക്കാനുമുള്ള കുരുന്ന മനസ്സുകളാണ്. അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ ഉപദേശങ്ങൾ ചെറുപ്പത്തിലെ അവരിൽ ഞങ്ങൾ തയ്യാറാണ്. ഈ വഴികാട്ടിയുടെ ക്യാപ്റ്റനായിട്ട് എൻ്റെ സുഹൃത്ത് ശ്രീ രാധാകൃഷ്ണൻ ക്യാപ്റ്റനായി നിന്നുകൊള്ളാമെന്ന് ഞങ്ങളോട് ഏൽക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ സന്മനസ്സിനെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയാണ്. ഒരാൾ ഈ സംരംഭത്തിന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും ചെറുപ്പക്കാരുടെയും പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി കെയർ ആൻഡ് ഷെയറിന്റെ പേരിലും നമ്മുടെ മാധ്യമങ്ങളോടാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന്റെ പ്രചരണത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കൈ, നിങ്ങളുടെ ഒരു താങ്ങ് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ലോകത്താകമാനം കോടിക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുന്ന എക്കാലത്തെയും വലിയൊരു ഭീകര സത്വമാണ് പുകയില ഉൽപ്പന്നങ്ങളെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. ശ്വാസകോശാർബുദം, ഹൃദ്രോഗം തുടങ്ങിയ മരണകാരണമായ നിരവധി രോഗങ്ങൾക്ക് പുകവലി ഉപയോഗവും ലഹരി ഉപയോഗവും നേരിട്ട് കാരണമാകുന്നു.